ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Unit 4 The Happy Prince. Helping Hands. It was Friday night. Mithun was relaxing in a chair. He was watching his favorite TV show. His mother was in the kitchen, cleaning dishes, pots and pans. Feeling tired, she decided to take rest for some time. Mithun noticed his mother going to bed early. He asked, "Are you all right, Mom?" "I'm okay, but I need to take rest for a while," she replied. Mithun felt a bit sorry. I should have helped Mother, he thought. He felt very guilty. He got up and went to the kitchen. He cleaned every pan and pot. He washed all the dishes and scrubbed every little spot. The kitchen looked very clean and seemed to sparkle. Mithun was really happy since he had made a difference. After a while, when Mithun's mother woke up and went to the kitchen to finish the rest of the work, she was really surprised. She could not believe her eyes. The kitchen was so clean. She was very happy that her son had helped her. She went to Mithun's bed and hugged him. "Thank you, my dear, for caring me so much. You are really a nice child." Mithun understood then that helping others makes them happy and it makes one happy too. കൂട്ടുകാർക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഹെൽപ്പിംഗ് ഹാൻഡ്സ്, സഹായഹസ്തം. ഇറ്റ് വാസ് ഫ്രൈഡേ നൈറ്റ്, ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ മിഥുൻ എന്ന് പറയുന്ന കുട്ടി ചെയറിലിരുന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴവൻ്റെ അമ്മയോ കിച്ചണിൽ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ക്ഷീണം തോന്നി. അമ്മ എന്ത് വിചാരിച്ചു? സ്വല്പനേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ജോലികൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മ കിടക്കാനായിട്ട് പോവുകയാണ്. മിഥുൻ നോട്ടീസ്ഡ് ഹിസ് മദർ ഗോയിങ് ടു ബെഡ് ഏർലി. ഇതെല്ലാം മിഥുൻ കാണുന്നുണ്ടായിരുന്നു, അവൻ്റെ അമ്മ നേരത്തെ കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോഴവൻ അമ്മയോട് ചോദിച്ചു, "അമ്മ, ആർ യു ഓൾ റൈറ്റ്?" "ഐ എം ഓക്കെ, ബട്ട് ഐ നീഡ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ." എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം റെസ്റ്റ് എടുക്കണം, അമ്മ മറുപടി പറഞ്ഞു. മിഥുൻ അല്പം വിഷമം തോന്നി. താൻ തൻ്റെ അമ്മയെ സഹായിച്ചിരുന്നെങ്കിലെന്ന് അവൻ ചിന്തിച്ചു. ഹീ ഫെൽറ്റ് വെരി ഗിൽറ്റി. അവന് കുറ്റബോധവും തോന്നി. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി എല്ലാ പാനും പാത്രങ്ങളും എല്ലാം അവൻ കഴുകി വൃത്തിയാക്കി. ദ കിച്ചൺ ലുക്ക്ഡ് വെരി ക്ലീൻ ആൻഡ് സ്പാർക്കിൾ. കിച്ചൺ വളരെ നന്നായി വൃത്തിയായി തിളങ്ങുന്നത് പോലെ തോന്നി. മിഥുൻ വാസ് റിയലി ഹാപ്പി. മിഥുന് വളരെയധികം സന്തോഷമായി. സിൻസ് ഹി ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ്. അടുക്കളയിൽ ഒരു നല്ല മാറ്റം വരുത്തിയതിനാലാണ് അവന് വളരെയധികം സന്തോഷം തോന്നിയത്. ആഫ്റ്റർ എ വൈൽ, അല്പസമയം കഴിഞ്ഞ്, വെൻ മിഥുൻസ് മദർ വോക്ക് അപ്പ് ആൻഡ് വെന്റ് ടു ദ കിച്ചൺ ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദി വർക്ക്. അല്പസമയം കഴിഞ്ഞ് വിശ്രമിച്ച ശേഷം അവൻ്റെ അമ്മ അടുക്കളയിലേക്ക് ബാക്കി ജോലികൾ ചെയ്യുന്നതിനായിട്ട് പോയി. ഷി വാസ് റിയലി സർപ്രൈസ്ഡ്. അമ്മയ്ക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. എന്താണ്? ഷി കുഡ് നോട്ട് ബിലീവ് ഹെർ ഐസ്. അമ്മയ്ക്ക് അമ്മയുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ദ കിച്ചൺ വാസ് സോ ക്ലീൻ. കിച്ചൺ വളരെ നന്നായി വൃത്തിയായിരിക്കുന്നു. ഷി വാസ് വെരി ഹാപ്പി. അമ്മയ്ക്ക് വളരെയധികം സന്തോഷമായി. ഹെർ സൺ ഹാഡ് ഹെൽപ്ഡ് ഹെർ. അമ്മയുടെ മകൻ അമ്മയെ സഹായിച്ചിരിക്കുന്നു. ഷി വെന്റ് ടു മിഥുൻസ് ബെഡ് ആൻഡ് ഹഗ്ഡ് ഹിം. അമ്മ മിഥുന്റെ അടുത്തേക്ക് പോയി അവനെ കെട്ടിപ്പിടിച്ചു. "താങ്ക് യു മൈ ഡിയർ ഫോർ കെയറിങ് മീ സോ മച്ച്." അമ്മയെ സഹായിച്ചതിന് നന്ദി പറഞ്ഞു. "യു ആർ റിയലി എ നൈസ് ചൈൽഡ്." നീ വളരെ നല്ല കുട്ടിയാണ്. Mithun understood then that helping others make them happy
ആൻഡ് ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു. അപ്പോഴാണ് മിഥുന് മനസ്സിലായത് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ അവർക്കും സന്തോഷമാവും, സഹായിച്ച നമ്മൾക്കും സന്തോഷമാവുമെന്ന് മിഥുന് മനസ്സിലായി. ഹൗ ഡിഡ് മിഥുൻ ഹെൽപ്പ് ഹിസ് മദർ? മിഥുൻ എങ്ങനെയാണ് അമ്മയെ സഹായിച്ചത്? ഹി ക്ലീൻഡ് എവരി പാൻ ആൻഡ് പോട്ട്, വാഷ്ഡ് ഓൾ ദ ഡിഷസ് ആൻഡ് ക്ലീൻഡ് ദ കിച്ചൺ. ഇഫ് യു were in മിഥുൻസ് പ്ലേസ്, what would you do? നിങ്ങളായിരുന്നു മിഥുന്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? ടി വി കാണുമായിരുന്നോ? അതോ അമ്മയെ സഹായിക്കുമായിരുന്നോ? If I were in മിഥുൻസ് പ്ലേസ്, I would clean the kitchen. Do you think മിഥുൻ is a nice child? മിഥുൻ ഒരു നല്ല കുട്ടിയാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? Yes, he is a nice child. അതെ, മിഥുൻ ഒരു നല്ല കുട്ടിയാണ്. Do you help your parents in household work? നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ വീട്ടുജോലി ചെയ്യാൻ സഹായിക്കാറുണ്ടോ? The Happy Prince, written by Oscar Wilde. Oscar Wilde was an Irish writer and poet. He was one of London's most popular playwrights in the early 1890s. ഓസ്കാർ വൈൽഡ് എഴുതിയ ഒരു സ്റ്റോറിയാണ് ദ ഹാപ്പി പ്രിൻസ്. അദ്ദേഹം ഒരു ഐറിഷ് റൈറ്ററും പോയറ്റുമാണ്. 1890കളിൽ ലണ്ടനിൽ ഉണ്ടായിരുന്ന ഏറ്റവും മികച്ച നാടകകൃത്തുകളിൽ ഒരാൾ കൂടിയായിരുന്നു ഓസ്കാർ വൈൽഡ്. ദ ഹാപ്പി പ്രിൻസ്. There was a prince in a faraway land who was always happy. When he died, the courtiers of the palace made the statue of the happy prince and put it up high in the town. Now read on. ദൂരെ ഒരു ദേശത്ത് ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും ഹാപ്പി ആയിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ കൊട്ടാരത്തിലെ രാജസേവകരെല്ലാവരും കൂടി ഹാപ്പി പ്രിൻസിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി ടൗണിൽ വളരെ ഉയരത്തിലായി പ്രതിഷ്ഠിച്ചു. ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. High above the city, on a tall column, stood the statue of the happy prince. He was gilded all over with thin leaves of fine gold. For eyes, he had 2 bright sapphires, and a large red ruby glowed on his sword hilt. സിറ്റിയിലെ ഏറ്റവും ഉയരത്തിൽ ഒരു തൂണിലാണ് ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ സ്ഥാപിച്ചത്. പ്രതിമയുടെ ശരീരം നേർത്ത സ്വർണ്ണ ഇലകളാൽ പൊതിഞ്ഞതായിരുന്നു. കണ്ണുകളുടെ സ്ഥാനത്ത് 2 നീലക്കല്ലുകൾ, ഇന്ദ്രനീലക്കല്ലുകൾ, വാളിന്റെ പിടിയിൽ വലിയ ചുവന്ന ഒരു മാണിക്യവും ഉണ്ട്. He was very much admired indeed. Be like the happy prince. He never cries for anything, said a mother to her little boy who was crying for the moon. വാസ്തവത്തിൽ എല്ലാവരാലും ആരാധ്യനായിരുന്നു ഹാപ്പി പ്രിൻസ്. ഹാപ്പി പ്രിൻസിനെ പോലെ ആകണം, അദ്ദേഹം ഒന്നിനു വേണ്ടിയും കരയില്ല എന്ന് അമ്പിളിമാമനെ വേണമെന്ന് വാശി പിടിച്ചു കരയുന്ന ഒരു കുട്ടിയോട് അമ്മ പറഞ്ഞു. I am glad there is someone in the world who is quite happy, muttered a disappointed man. ഈ ലോകത്ത് തികച്ചും സന്തോഷവാനായി ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന് വളരെ നിരാശനായ ഒരു മനുഷ്യൻ പിറുപിറുത്തു. ദ ലിറ്റിൽ സ്വാളോ. എന്താ സ്വാളോ എന്ന് പറഞ്ഞാൽ? മീവൽ പക്ഷി അല്ലെങ്കിൽ തൂക്കണാം കുരുവി. One night there flew over the city a little swallow. His friends had gone away to Egypt to save themselves from the approaching winter. Where shall I stay? He asked himself. Then he saw the statue on the tall column. I will stay there, he cried. He alighted just between the feet of the happy prince. ഒരു രാത്രി ആ പട്ടണത്തിലൂടെ ഒരു മീവൽ പക്ഷി പറന്നു വന്നു. അവന്റെ കൂട്ടുകാരെല്ലാം മഞ്ഞുകാലത്തിൽ നിന്ന് രക്ഷ നേടാനായി ഈജിപ്തിലേക്ക് പറന്നുപോയി. ഞാൻ എവിടെ താമസിക്കും? അപ്പോഴാണ് അവൻ ആ വലിയ തൂണിലെ പ്രതിമ കണ്ടത്. ഞാൻ അവിടെ താമസിക്കും, അവൻ പറഞ്ഞു. അവൻ ഹാപ്പി പ്രിൻസിന്റെ പാദങ്ങളുടെ ഇടയിലേക്ക് പറന്നിറങ്ങി. I have a golden bedroom, he said. When he put his head under his wing, a large drop of water fell on him. What a curious thing, he cried.
There is not a single cloud in the sky. The stars are quite clear and bright, and yet it is raining. Then another drop fell. I must look for another place, he said, and was about to fly away. But before he had opened his wings, a third drop fell, and he looked up and saw, ah, എനിക്കൊരു ഗോൾഡൻ ബെഡ്റൂം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിറകിനടിയിലേക്ക് തല പൂഴ്ത്തി അവൻ അവിടെ ഇരുന്നു. അപ്പോഴാണ് വലിയൊരു തുള്ളി വെള്ളം അവന്റെ മേലെ വീണത്. ഇതെന്തു വിചിത്രമായ കാര്യമാണ്! ഒരു മേഘം പോലും ആകാശത്തില്ല. തെളിഞ്ഞ ആകാശവും തിളങ്ങുന്ന നക്ഷത്രങ്ങളുമാണുള്ളത്. എന്നിട്ടും മഴ പെയ്യുന്നോ? അപ്പോൾ അടുത്ത തുള്ളിയും വീണു. ഞാൻ മറ്റൊരിടം അന്വേഷിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് പറക്കാനൊരുങ്ങിയപ്പോഴേക്കും മൂന്നാമത്തെ തുള്ളിയും വീണു. അവൻ മുകളിലേക്ക് നോക്കി. കണ്ടു. എന്തായിരിക്കാം കണ്ടത്? ഫ്രം വേർ ഡിഡ് ദ ഡ്രോപ്സ് ഓഫ് വാട്ടർ കം? ആ വെള്ളത്തുള്ളികൾ എവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക? ദ ടിയേഴ്സ്. The eyes of the happy prince were filled with tears, and tears were running down his golden cheeks. His face was so beautiful in the moonlight that the little swallow was filled with pity. Who are you? He asked. I am the happy prince. Why are you weeping then? Asked the swallow. When I was alive, I did not know what tears were. I lived in the palace. Sorrow was not allowed to enter there. Everything about me was so beautiful. My courtiers called me the happy prince, and happy indeed I was if pleasure be happiness. ഹാപ്പി പ്രിൻസിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. കണ്ണുനീർ അവന്റെ ഗോൾഡൻ കവിളിലൂടെ ഒഴുകിയിറങ്ങുകയാണ്. നിലാവട്ടത്തിൽ ഹാപ്പി പ്രിൻസിനെ കാണാൻ വളരെ നല്ല ഭംഗിയാണുള്ളത്. കണ്ണുനീരൊഴുകി വരുന്നത് കണ്ടപ്പോൾ ലിറ്റിൽ സോളോയ്ക്ക് അലിവ് തോന്നി. നീ ആരാണ്? അവൻ ചോദിച്ചു. ഐ എം ദ ഹാപ്പി പ്രിൻസ്. ഞാനാണ് ഹാപ്പി പ്രിൻസ്. എന്തിനാണ് നീ കരയുന്നത്? ലിറ്റിൽ സോളോ ചോദിച്ചു. ഞാൻ ജീവിച്ചിരുന്നപ്പോൾ എന്താണ് കണ്ണുനീരെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കൊട്ടാരത്തിലാണ് കഴിഞ്ഞിരുന്നത്. ദുഃഖം അവിടേക്ക് കടന്നു വരുവാൻ അനുവദിക്കില്ലായിരുന്നു. എല്ലാം മനോഹരമായിരുന്നു. ഹാപ്പി പ്രിൻസ് എന്ന് എന്റെ രാജ്യത്ത് എല്ലാവരും എന്നെ വിളിച്ചു. തീർച്ചയായും ഞാൻ സന്തോഷവാനായിരുന്നു. സോ ഐ ലിവ്ഡ് ആൻഡ് സോ ഐ ഡൈഡ് ആൻഡ് നൗ ദാറ്റ് ഐ ആം ഡെഡ് they have set me up here high. I can see all the ugliness and the misery of my city, and though my heart is made of lead, I cannot but weep. എന്താണ് ഹാപ്പി പ്രിൻസ് പറയുന്നത്? അങ്ങനെ ഞാൻ ജീവിച്ചു മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി ഇത്ര ഉയരത്തിൽ അവരെല്ലാവരും കൂടി എന്നെ ഇവിടെ ആക്കി. സിറ്റിയിലെ എല്ലാ വൃത്തികേടുകളും ദുരിതവും എനിക്കിപ്പോൾ കാണാം. ലഡ് കൊണ്ടുണ്ടാക്കിയതാണ് എൻ്റെ ഹൃദയമെങ്കിലും എനിക്ക് കരയാനല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. എന്താണ് ഹാപ്പി പ്രിൻസിന്റെ ദുഃഖം? വാട്ട് മെയ്ഡ് ദ ഹാപ്പി പ്രിൻസ് സാഡ്? ദ മിസറബിൾ കണ്ടീഷൻ ഓഫ് ഹിസ് സിറ്റി മെയ്ഡ് ഹിം സാഡ്. ഹാപ്പി പ്രിൻസിന്റെ നഗരത്തിന്റെ ദയനീയാവസ്ഥ കണ്ടിട്ടാണ് ഹാപ്പി പ്രിൻസിന് ദുഃഖമായത്. ദ റിക്വസ്റ്റ്. എന്താണ് റിക്വസ്റ്റ്? അപേക്ഷ. Far away, continued the statue in a low musical voice. Far away in a little street, there is a poor house. One of the windows is open, and through it I can see a woman seated at a table. She is so tired. In a bed in the corner of the room, her little boy is lying ill. He has a fever and is asking for oranges. His mother has nothing to give him but river water, so he is crying. ഹാപ്പി പ്രിൻസിന്റെ പ്രതിമ സോളോയോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? പതിയെ ഒരു സംഗീതാത്മകരമായ ശബ്ദത്തിൽ സോളോയോട് പറയുകയാണ്, വളരെ ദൂരെ ഒരു ചെറിയ തെരുവിൽ പാവപ്പെട്ട ഒരു വീടുണ്ട്. ആ വീടിന്റെ ഒരു ജനൽ തുറന്നു കിടക്കുകയാണ്. അതിലൂടെ നോക്കിയാൽ മേശയുടെ അടുത്തായി ഒരു സ്ത്രീ തളർന്നിരിക്കുന്നത് കാണാം. മുറിയുടെ ഒരു മൂലയിലായി ബെഡിൽ അവളുടെ മകൻ കിടക്കുന്നു. അവന് പനിയാണ്. അവൻ ഓറഞ്ച് ചോദിക്കുന്നുണ്ട്. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ അവന് നൽകാനായി പുഴയിലെ വെള്ളമല്ലാതെ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അവൻ കരയുകയാണ്.
Swallow, swallow, little swallow, will you not bring her the ruby out of my sword hilt? എന്താണ് ഹാപ്പി പ്രിൻസ് സോളോയോട് ചോദിക്കുന്നത്? ലിറ്റിൽ സോളോ, നീ എൻ്റെ വാളിന്റെ പിടിയിലുള്ള റൂബി മാണിക്യം അവൾക്ക് കൊണ്ട് കൊടുക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. I am waited for in Egypt, said the swallow. My friends are flying up and down the Nile. Swallow, swallow, little swallow, said the prince. Will you not stay with me for one night and be my messenger? The boy is so thirsty and the mother so sad. ഞാൻ ഈജിപ്തിലേക്ക് പോവാൻ തുടങ്ങുകയാണ്, സോളോ പറഞ്ഞു. എൻ്റെ കൂട്ടുകാരെല്ലാം നൈലിന് മുകളിലൂടെ പറന്നു നടക്കുകയാണ്. സോളോ, നീ എൻ്റെ കൂടെ ഒരു രാത്രി കഴിയില്ലേ? എൻ്റെ മെസ്സഞ്ചർ ആവില്ലേ ഒരു ദിവസത്തേക്ക് എന്ന് പ്രിൻസ് ചോദിക്കുകയാണ്. മെസ്സഞ്ചർ എന്നാൽ എന്താണ്? സന്ദേശവാഹകൻ അല്ലെങ്കിൽ ദൂതൻ. ഒരു രാത്രി എൻ്റെ കൂടെ കഴിഞ്ഞ് എൻ്റെ ദൂതനാവില്ലേ? ആ ആൺകുട്ടിക്ക് വളരെ ദാഹിക്കുന്നുണ്ട്. അവൻ്റെ അമ്മ വളരെ വിഷമിച്ചിരിക്കുകയാണ്. I don't think I like boys, answered the swallow. Last summer, when I was staying on the riverside, there were two rude boys who always threw stones at me. They never hit me. Of course, we swallows fly far too well for that. എന്താണ് സോളോ പറയുന്നത്? എനിക്ക് ആൺകുട്ടികളെ ഇഷ്ടമല്ല, സോളോ പറഞ്ഞു. കഴിഞ്ഞ വേനലിൽ ഞാൻ പുഴക്കരയിൽ താമസിക്കുമ്പോൾ അവിടെ മര്യാദയില്ലാത്ത മോശമായ 2 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവർ എപ്പോഴും എന്നെ കല്ലെടുത്തെറിയുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കൊണ്ടില്ല. ഞങ്ങൾ അതിനേക്കാൾ വേഗത്തിൽ പറന്നു പോകുന്നവരാണല്ലോ എന്ന് സോളോ പ്രിൻസിനോട് പറയുകയാണ്. The messenger. The happy prince looked so sad that the swallow was sorry. It is very cold here, he said, but I will stay with you for one night and be your messenger. ഹാപ്പി പ്രിൻസിന് വളരെ വിഷമമായി. അതുകൊണ്ട് സോളോയ്ക്കും വിഷമമായി. ഇവിടെ ഭയങ്കര തണുപ്പാണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒരു രാത്രി നിങ്ങളുടെ ദൂതനായി ഞാനിവിടെ നിൽക്കാമെന്ന് സോളോ പ്രിൻസിനോട് പറയുകയാണ്. താങ്ക് യു ലിറ്റിൽ സോളോ, സെഡ് ദ പ്രിൻസ്. പ്രിൻസ് സോളോയിനോട് നന്ദി പറഞ്ഞു. സോ ദ സോളോ പിക്ഡ് ഔട്ട് ദ റൂബി ഫ്രം ദ പ്രിൻസസ് സ്വോർഡ് ആൻഡ് ഫ്ലൂ അവേ വിത്ത് ഇറ്റ് ഇൻ ഹിസ് ബീക്ക് ഓവർ ദ റൂഫ്സ് ഓഫ് ദി ടൗൺ. പ്രിൻസിന്റെ വാളിന്മേലുള്ള ആ മാണിക്യം കൊത്തിയെടുത്തുകൊണ്ട് സോളോ പട്ടണത്തിന് മുകളിലൂടെ പറന്നുപോയി. At last he came to the poor house and looked in. The boy was tossing feverishly on his bed and the mother had fallen asleep. He laid the ruby on the table. Then he flew gently round the bed, fanning the boy's forehead with his wings. അവസാനം അവൻ ആ പാവപ്പെട്ട വീട്ടിലെത്തി അകത്തേക്ക് നോക്കി. അകത്ത് ബെഡിൽ പനിച്ചു വിറച്ചു കിടക്കുന്ന കുട്ടിയെ കണ്ടു. അമ്മ ഉറങ്ങിയിരുന്നു. അവൻ ആ റൂബി ടേബിളിൽ വെച്ചു. എന്നിട്ട് ആ ബെഡിന് ചുറ്റും വട്ടമിട്ട് പറന്നു. ആ ബോയുടെ നെറ്റിയിലൂടെ തന്റെ ചിറകുകൾ വീശി. Then the swallow flew back to the happy prince and told him what he had done. I feel quite warm now, although it is so cold. That is because you have done a good deed, said the prince. The swallow fell asleep. എന്നിട്ട് അവൻ പറന്നു പ്രിൻസിനരികിലെത്തി. താൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു. തണുപ്പാണെങ്കിലും ഇപ്പോൾ എനിക്കിത്തിരി ചൂട് തോന്നുന്നുവെന്ന് അവൻ പറഞ്ഞു. നീ നല്ലൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, said the prince. The swallow fell asleep. സോളോ പിന്നെ ഉറങ്ങി. Will the swallow join his friends the next day? അടുത്ത ദിവസം സോളോ തന്റെ കൂട്ടുകാരോടൊപ്പം ചേരുമോ? The writer. The next morning, the prince said, Swallow, swallow, little swallow, far away across the city, I see a young man. He is leaning over a desk covered with papers. His hair is brown and crisp, and his lips are red as a pomegranate. He is trying to finish a play. Hunger has made him faint. അടുത്ത ദിവസം രാവിലെ പ്രിൻസ് സോളോയോട് പറഞ്ഞു, വളരെ ദൂരെ സിറ്റിക്കപ്പുറത്തായി ഒരു യുവാവ്, ഒരു യങ്മാനെ ഞാൻ കണ്ടു. അവൻ പേപ്പറുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഡെസ്കിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. തവിട്ട് കലർന്ന ചുരുളൻ മുടിയാണവന്. മാതളം പോലെ ചുവന്ന ചുണ്ടാണ്. അവൻ ഒരു നാടകം എഴുതി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വിശപ്പ് അവനെ
തളർത്തി. "I will wait with you here one night longer," said the swallow. "Shall I take him another ruby?" "Alas, I have no ruby now," said the prince. "My eyes are all that I have left. They are made of rare sapphires, brought out of India 1,000 years ago. Pluck out one of them and take it to him." "ഞാൻ നിന്റെ കൂടെ ഒരു രാത്രി കൂടി തങ്ങാമെന്ന് സോളോ പറഞ്ഞു. "Shall I take him another ruby?" ഞാൻ അവനു വേണ്ടി മറ്റൊരു മാണിക്യം കൂടി എടുക്കട്ടെ എന്ന് സോളോ ചോദിച്ചു. "അയ്യോ, എന്റെ കയ്യിൽ മറ്റൊരു മാണിക്യം കൂടി ഇല്ലല്ലോ, പിന്നെ ഉള്ളതെന്താണ്?" "എന്റെ ഈ കണ്ണുകൾ മാത്രമാണ്. കണ്ണുകളിലുള്ളതെന്താണ്?" "സഫയേഴ്സ്, ഇന്ദ്രനീലമാണുള്ളത്. ദേ ആർ മെയ്ഡ് ഓഫ് റെയർ സഫയേഴ്സ്. എന്റെ കണ്ണുകളിലുള്ള ഈ 2 ഇന്ദ്രനീല കല്ലുകൾ മാത്രമാണ് എനിക്കുള്ളത്. അത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? ഇന്ത്യയിൽ നിന്ന് 1000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണത്. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവന് കൊടുത്തോളൂ എന്ന് പ്രിൻസ് സോളോയോട് പറയുകയാണ്. "Dear Prince," said the swallow, "I cannot do that." And he began to weep. "Swallow, swallow, little swallow," said the prince, "do as I command you." So the swallow plucked out the prince's eye and flew away to the young man. The young man did not hear the flutter of the bird's wings. When he looked up, he found the beautiful sapphire. "I am beginning to be appreciated," he cried. "This is from some great admirer. Now I can finish my play." And he looked quite happy. തന്റെ കണ്ണിലുള്ള ആ ഇന്ദ്രനീലക്കല്ല് എടുത്തു കൊണ്ടുപോയി ആ എഴുത്തുകാരന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ, "പ്രിയ രാജകുമാര, എനിക്കത് ചെയ്യാൻ കഴിയില്ല" എന്ന് പറഞ്ഞ് സ്വാളോ കരയാൻ തുടങ്ങി. "സ്വാളോ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇതെന്റെ കൽപ്പനയാണ്. പറഞ്ഞതുപോലെ ചെയ്യൂ" എന്ന് രാജകുമാരൻ പറയുന്നു. സ്വാളോ ഒരു ഇന്ദ്രനീലക്കല്ല് കൊത്തിയെടുത്ത് പറന്നുപോയി. സ്വാളോയുടെ ചിറകടി ശബ്ദമൊന്നും യങ് മാൻ കേട്ടില്ല. അവൻ നോക്കിയപ്പോൾ മനോഹരമായ ആ ഇന്ദ്രനീല കല്ലു കണ്ടു. "എനിക്കും പ്രശംസ കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഇത് എന്റെ വലിയ ആരാധകനിൽ നിന്നുള്ളതായിരിക്കണം. ഇനി എനിക്ക് എന്റെ നാടകം പൂർത്തിയാക്കാം." അയാൾക്ക് സന്തോഷമായി. The little girl. The next day, the swallow flew back to the happy prince. "I have come to bid you goodbye," he cried. "Swallow, swallow, little swallow," said the prince, "will you not stay with me one night longer?" അടുത്ത ദിവസം സോളോ തിരികെ ഹാപ്പി പ്രിൻസിനടുത്തേക്ക് ചെന്നു. "ഞാൻ താങ്കളോട് ഗുഡ് ബൈ പറയാൻ വന്നതാണ്," അവൻ പറഞ്ഞു. "ലിറ്റിൽ സോളോ, ഒരു രാത്രി കൂടി എന്റെ കൂടെ കഴിയില്ലേ?" എന്ന് പ്രിൻസ് ചോദിക്കുകയാണ്. "It is winter," answered the swallow, "and the chill snow will soon be here. Dear prince, I must leave you, but I will never forget you." "വിന്റർ ആണ്, ഇത് മഞ്ഞുകാലമാണ്. തണുത്ത മഞ്ഞ് പെട്ടെന്ന് ഇവിടേക്ക് എത്തും. ഡിയർ പ്രിൻസ്, എനിക്ക് താങ്കളെ വിട്ടുപോയേ തീരൂ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങയെ മറക്കില്ല." "In the square below," said the prince, "there stands a little match girl. She has let her matches fall in the gutter, and they are all spoiled. Her father will beat her if she does not bring home some money. She has no shoes, no stockings, and no sweater. Pluck out my... I cannot pluck out your eye. You would be quite blind then," said the swallow. സ്ക്വയർ എന്നാൽ കവലയ്ക്ക് ചുറ്റുമുള്ള കെട്ടിടം ഉൾക്കൊള്ളുന്ന സ്ഥലം എന്നാണ് അർത്ഥം. ആ സ്ക്വയറിന്റെ അവിടെ ഒരു ചെറിയ പെൺകുട്ടി, തീപ്പെട്ടി വിൽക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അവളുടെ തീപ്പെട്ടികൾ മുഴുവൻ ഓടയിൽ വീണ് നശിച്ചുപോയി. കുറച്ചു പണവുമായി വീട്ടിലേക്ക് ചെന്നില്ലെങ്കിൽ അവളുടെ അച്ഛൻ അവളെ തല്ലും. അവൾക്ക് ഷൂസോ കാലുറയോ സ്വെറ്ററോ ഒന്നുമില്ല. തന്റെ അടുത്ത കണ്ണുകൂടി പറിച്ചെടുത്തോളൂ എന്ന് രാജകുമാരൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും ലിറ്റിൽ സോളോ പറയുകയാണ്, "എനിക്ക് കഴിയില്ല. നിങ്ങൾ തികച്ചും അന്ധനായി പോവും. ആ കണ്ണുകൂടി ഞാൻ പറിച്ചെടുത്താൽ നിങ്ങൾ തികച്ചും അന്ധനായി പോവില്ലേ?" സോളോ പറഞ്ഞു. "Swallow, swallow, little swallow," said the prince, "do as I command you." പറഞ്ഞതുപോലെ ചെയ്യ്, ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ്. ഞാൻ കൽപ്പിച്ചതുപോലെ ചെയ്യൂ എന്ന് പറയുകയാണ്. So he plucked out the prince's other eye and darted down with it. He saw the girl. He slipped the jewel into the palm of her hand. What a lovely bit of glass!
cried the little girl, and she ran home laughing. പ്രിൻസ് പറഞ്ഞതുകൊണ്ട് സ്വോളോ പ്രിൻസിന്റെ മറ്റേ കണ്ണുകൂടി കൊത്തിയെടുത്തു. വേഗത്തിൽ പോയി ആ പെൺകുട്ടിയെ കണ്ടു. അവളുടെ കയ്യിലേക്ക് രത്നം ഇട്ടുകൊടുത്തു. എന്തു മനോഹരമായതാണ്! വാട്ട് എ ലവ്ലി ബിറ്റ് ഓഫ് ഗ്ലാസ്! ആ പെൺകുട്ടിക്ക് അത് കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഒരു ഗ്ലാസിന്റെ പൊട്ടായിട്ടാണ് അവൾക്ക് തോന്നിയത്. ചിരിച്ചുകൊണ്ട് അവൾ അതുമായി വീട്ടിലേക്ക് ഓടി. Then the swallow came back to the prince. You are blind now, he said. So I will stay with you always. No, little swallow, said the poor prince. You must go away to Egypt. I will stay with you always, said the swallow. And he slept at the prince's feet. സ്വോളോ വീണ്ടും പ്രിൻസിനരികിലേക്ക് തിരികെ വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ അന്ധനായി, നിങ്ങളിപ്പോൾ ബ്ലൈൻഡ് ആണ്. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞുകൊള്ളാം. അത് കേട്ടതും പാവം പ്രിൻസ് എന്താണ് പറഞ്ഞത്? നോ ലിറ്റിൽ സോളോ, വേണ്ട എന്ന് പറഞ്ഞു. നീ ഈജിപ്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ താമസിക്കും, സോളോ പറഞ്ഞു. എന്നിട്ട് അവൻ പ്രിൻസിന്റെ കാൽപാദത്തിൽ കിടന്നുറങ്ങി. The city sights. Dear little swallow, said the prince, fly over my city and tell me what you see there. The swallow flew over the great city and saw the rich making merry while the beggars were sitting at the gates. He flew into dark lanes and saw the white faces of starving children. Then he flew back and told the prince what he had seen. പ്രിയപ്പെട്ട ലിറ്റിൽ സ്വാളോ, എന്റെ സിറ്റിക്ക് മുകളിലൂടെ പറന്ന് എന്തൊക്കെയാണ് നീ കണ്ടതെന്ന് പറയൂ എന്ന് പ്രിൻസ് പറഞ്ഞു. അവൻ ആ മഹാനഗരത്തിന് മുകളിലൂടെ പറന്നു. യാചകർ ഗേറ്റിനു വാതിക്കൽ യാചിക്കാനായിരിക്കുന്നു. സമ്പന്നർ ഉല്ലസിക്കുന്നു. ഇരുണ്ട പാതകളിലൂടെയെല്ലാം അവൻ പറന്നു നടന്നു. പട്ടിണിയിൽ കഴിയുന്ന കുട്ടികളുടെ മുഖങ്ങൾ അവൻ കണ്ടു. പിന്നെ തിരികെ പറന്നു വന്ന് പ്രിൻസിനോട് കണ്ടതെല്ലാം പറഞ്ഞു. I am covered with fine gold, said the prince. You must take it off leaf by leaf and give it to my poor people. They always think that gold can make them happy. Leaf after leaf of the fine gold the swallow picked off, till the happy prince looked quite dull and grey. He took it to the poor, and the children's faces grew rosier, and they laughed and played games in the street. We have bread now, they cried. ലിറ്റിൽ സോളോ കണ്ട കാഴ്ചകളെല്ലാം രാജകുമാരനോട് വന്നു പറഞ്ഞപ്പോൾ രാജകുമാരൻ എന്താണ് പറഞ്ഞത്? ഫൈൻ ഗോൾഡിൽ പൊതിഞ്ഞാണ് ഞാനിരിക്കുന്നത്, സ്വർണത്തിൽ പൊതിഞ്ഞാണ്. ഓരോ ഇലകളായി ഇതിലുള്ളതെല്ലാം നീ കൊത്തിയെടുക്കണം. എന്നിട്ട് പാവപ്പെട്ട എന്റെ ജനങ്ങൾക്ക് കൊടുക്കണം. സ്വർണത്തിന് അവരെ സന്തോഷിപ്പിക്കാനാകുമെന്നാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത്. സ്വർണ്ണ ഇലകൾ ഓരോന്നായി സോളോ എടുത്തുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഹാപ്പി പ്രിൻസ് ആകെ മങ്ങിയ പോലെയായി. എല്ലാം പാവങ്ങളായ കുട്ടികൾക്ക് നൽകിയപ്പോൾ അവർക്കും സന്തോഷമായി. അവരുടെ മുഖമെല്ലാം സന്തോഷം കൊണ്ട് തുടുത്തു. അവർ തെരുവീഥികളിൽ ചിരിച്ചു കളിച്ചു നടന്നു. നമുക്കിപ്പോൾ ആഹാരമുണ്ട് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. The sacrifice. Then the snow came. The poor little swallow grew colder and colder. But he would not leave the prince. He loved him too well. He tried to keep himself warm by flapping his wings. But at last he knew that he was going to die. He had just strung to fly up to the prince's shoulder once more. Goodbye, dear prince, he murmured. I am glad that you are going to Egypt at last, little swallow, said the prince. It is not to Egypt that I am going, said the swallow. He fell down dead at his feet. At that moment, a curious crack sounded inside the statue, as if something had broken. The leaden heart had snapped right in two. അങ്ങനെ മഞ്ഞുകാലം വന്നു. പാവം ലിറ്റിൽ സ്വാളോ തണുത്തുറച്ചു. തണുപ്പ് കൂടി വന്നു. എന്നിട്ടും അവൻ പ്രിൻസിനെ വിട്ടുപോയില്ല. അവന് പ്രിൻസിനോട് വളരെയധികം സ്നേഹമാണ്. സഹിക്കാനാവാത്ത ആ തണുപ്പിൽ സ്വൽപ്പം ചൂട് കിട്ടുന്നതിനായി അവൻ ചിറകടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അവന് മനസ്സിലായി താൻ ഇനി മരണത്തിലേക്കാണ് പോകുന്നതെന്ന്. അവസാനമായി ഒരിക്കൽ കൂടി അവൻ പ്രിൻസിന്റെ തോളിലേക്ക് പറന്നു ചെന്നിരുന്നു പറഞ്ഞു, ഗുഡ് ബൈ ഡിയർ പ്രിൻസ്. അത് കേട്ടപ്പോൾ പ്രിൻസ് പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. ഈജിപ്തിലേക്കല്ല ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് പ്രിൻസിന്റെ കാലിൽ വീണ് ആ സോളോ ചത്തുപോയി. ആ സമയത്ത്
ഒരു വിചിത്രമായ വിള്ളൽ സൗണ്ട് പ്രതിമയ്ക്കകത്തു നിന്നു കേട്ടു. എന്തോ തകർന്നതുപോലെ ഒരു ശബ്ദം. അതെന്തായിരുന്നു? പ്രിൻസിന്റെ ലഡ്ഡു കൊണ്ടുണ്ടാക്കിയ ഹൃദയം രണ്ടായി പൊട്ടിപ്പോയി. ദ ട്രാജിക് എൻഡ്. Early the next morning, the mayor was walking in the square below in company with the town councillors. As they passed the column, he looked up at the statue. "Dear me, how shabby the happy prince looks," he said. "And here is actually a dead bird at his feet," continued the mayor. "As he is no longer beautiful, he is no longer useful. It's time we pull down this statue." So they pulled down the statue of the happy prince. പിറ്റേ ദിവസം അതിരാവിലെ സിറ്റിയിലെ മേയറും മറ്റു കൗൺസിലർമാരുമായി നടന്നു വരികയായിരുന്നു. തൂണിനടുത്തെത്തിയപ്പോൾ അവർ മുകളിലേക്ക് നോക്കി. എന്തു വൃത്തികേടാണ് ഈ ഹാപ്പി പ്രിൻസിന്റെ സ്റ്റാച്യു, മേയർ പറഞ്ഞു. മാത്രമല്ല, ഒരു പക്ഷിയും ദാ ഇവിടെ ചത്തുകിടക്കുന്നു. ഹാപ്പി പ്രിൻസിനെ കാണാൻ ഇപ്പോൾ ഭംഗിയില്ല. ഇതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. ഇതിനെ ഇവിടുന്ന് മാറ്റേണ്ട സമയമായിരിക്കുന്നു. അവർ ആ പ്രതിമ അവിടെ നിന്നും നീക്കം ചെയ്തു. ഈ പാഠത്തിന്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.